ഹലോ ഫ്രണ്ട്സ്, എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എക്സൽ ഷീറ്റിലെ ഒരു പ്രോഗ്രസീവ് ചാർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പ്രോഗ്രസീവ് ചാർട്ട്, അതായത് ഒരു സൈഡിൽ ഡാറ്റ മാറുമ്പോൾ അപ്പുറത്തെ സൈഡിൽ അതിൻ്റെ റിലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ ഗ്രാഫ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ഒരു പൈ ചാർട്ട് പോലെ, ഡോണറ്റ് ചാർട്ട് പോലെയാണ് അതിൽ സാധാരണ കാണുന്നത്. ഇപ്പോൾ ഇതിനകത്ത് കാണുന്നില്ല, ഇതുപോലെ ഇപ്പോൾ 25% കാണുന്നില്ലേ, ഇതുപോലൊരു ചാർട്ടാണ്. അപ്പം ഇവിടെ നമുക്ക് രണ്ട് ഇതുണ്ട്, കംപ്ലീറ്റഡ് ആൻഡ് പെൻഡിങ് എന്ന് പറഞ്ഞ രണ്ട് കോളം ഉണ്ട്, രണ്ട് റോ ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ഡാറ്റയാണ് ഇവിടെ ഗ്രാഫിക് കാണിച്ചേക്കുന്നത്. ഇപ്പം കംപ്ലീറ്റഡ് എന്നുള്ള 35 ആക്കിയാൽ ഈ ചാർട്ട് മാറും, കണ്ടില്ലേ? ഇപ്പം ഞാനൊരു 75 ആക്കുക. അപ്പോൾ ആ ബ്ലൂ ഏരിയ, പൈച്ചാറിൻ്റെ ബ്ലൂ ഏരിയ കൂടിയിട്ടുണ്ട് 75%. ഇപ്പം ഞാൻ 100 ആക്കുമെന്ന് മൊത്തം ബ്ലൂ ആയിരിക്കും. മനസ്സിലായോ? അത് 25 ആക്കുന്നതിന് അതിനനുസരിച്ച് കുറഞ്ഞു വരും. ഇതാണ് പ്രോഗ്രസീവ് ചാർട്ട് തന്നെ. ഡാറ്റ മാറുന്നതനുസരിച്ച് ഗ്രാഫ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും, മേളിലോട്ടോ താഴോട്ടോ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഗ്രാഫ് എടുത്ത് കളയുകയാണ്. ഓക്കെ, ഇനി ഡാറ്റ എടുത്ത് കളയുക. ഡാറ്റ നമ്മൾ എടുത്ത് കളയാം, നമുക്ക് പുതിയ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് രണ്ട് ടാസ്ക്കാണുള്ളത്, കംപ്ലീറ്റഡും പെൻഡിങ്ങും. അപ്പം കംപ്ലീറ്റ്, ഫോർ എക്സാമ്പിൾ ഞാനൊരു 30% കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഞാനിവിടെ 30% എൻ്റർ ചെയ്തു. താഴത്തെ പെൻഡിങ് എത്ര? അപ്പം മൊത്തം ടാസ്കിൻ്റെ 30% കംപ്ലീറ്റ് ചെയ്താൽ ബാക്കി 70% ആയിരിക്കും പെൻഡിങ്. അതറിയാമല്ലോ, മൊത്തം 100% ആണ്. അപ്പം പെൻഡിങ്ങിലെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫോർമുല വെച്ച് തന്നെ അവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ 1 ആയിരിക്കും ടാസ്ക് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇസിക്കൽ ടു 1. ടോട്ടൽ എന്ന് വെച്ചാൽ ടോട്ടൽ ടാസ്ക് 1 ആണ്. മൈനസ് എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി? 30. മൈനസ് കഴിഞ്ഞിട്ട് മൈനസിൻ്റെ അപ്പുറത്ത് സെൽ E5ൻ്റെ റെഫറൻസ് കൊടുക്കുക. സെൽ E5 അല്ല, 30% എൻ്റർ ചെയ്താൽ മതി. പക്ഷേ നമ്മൾ എപ്പോഴും ഡാറ്റ മാറുന്നതുകൊണ്ട് റെഫറൻസ് കൊടുക്കുക നല്ലത്. അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ 70 ആയി. ഇനിയിപ്പോൾ ഇവിടെ എപ്പം ഡാറ്റ മാറ്റി, ഇപ്പോൾ 30 എന്നുള്ള 55 ആക്കിയാൽ താഴത്തെ ഓട്ടോമാറ്റിക്കലി 45 ആവും. കണ്ടില്ലേ? അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 25 കൊടുത്താൽ 75 ആവും. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ പ്രോഗ്രസീവ് ചാർട്ട് എങ്ങനെ കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ആദ്യം ഈ ഏരിയ സെലക്ട് ചെയ്യും, ഈ ടേബിൾ സെലക്ട് ചെയ്യുക. പിന്നെ നമുക്കറിയാമല്ലോ, നമുക്ക് ഒരു ചാർട്ട് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ടിൽ പോയിട്ട് ചാർട്ടിൻ്റെ അവിടെ പോയിട്ട് ഈ പൈ ചാർട്ടിൻ്റെ അവിടെ മൗസ് കൊണ്ട് വെക്കുക. താഴോട്ടൊരു ഡൗൺ ആരോ ബട്ടൺ കാണും. ആ ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡോണറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതേ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ചില സൈസ് ചെറുതാക്കുക. ഇത്രയും സൈസ് വേണ്ട, നമുക്ക് ടേബിളിനനുസരിച്ചുള്ള സൈസ് മതി. ഓക്കെ, ഇവിടെ വേണേൽ ചെറുതാക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് ഇതൊക്കെ ലേബൽസ് ഒക്കെ എടുത്തളയാം. ടാസ്ക് ഡൺ എന്നൊക്കെ എടുത്ത് കളഞ്ഞേക്കാം. ഇതെല്ലാം എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇപ്പം ഒരു ഡോണറ്റ് ചാർട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്തത് എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ഇവിടെ നമുക്ക് ഒരു പ്രോഗ്രസീവ് ചാർട്ടായിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യാൻ പോകും. അത് ഞാൻ എന്താ വെച്ചാൽ ആദ്യം ഈ ചാർട്ടിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മേളിൽ ചെന്നിട്ട് ഫോർമാറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഫോർമാറ്റ്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ നമുക്ക് ഓപ്ഷൻസ് ആണ്. നമുക്ക് ഈ ഇൻസേർട്ട് ഷേപ്സ് എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം ലെഫ്റ്റ് സൈഡിൽ. അവിടെ ചെന്നിട്ട് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ബോക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതേ ക്ലിക്ക് ചെയ്യുക. ഒരു എ എന്നൊക്കെ എഴുതിയേക്കുന്നത്, അത് ക്ലിക്ക് കഴിഞ്ഞിട്ട് ഈ ചാർട്ടിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് അത് ഡ്രാഗ് ചെയ്യുക, വലിച്ച് അതവിടെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് കിട്ടി. അപ്പം നമ്മളിനി ഈ ടെക്സ്റ്റ് ബോക്സിൽ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ പോകണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മൗസിൻ്റെ കേഴ്സർ അവിടെ ടെക്സ്റ്റ് ബോക്സ് എൻ്റർ ചെയ്തിട്ട് നമ്മൾ നേരെ മേളിൽ ഫോർമുല ബാർ അല്ലേ, ഫോർമുല ബാറിൽ ചെന്നിട്ട് അവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് ഈക്വൽ സൈൻ എൻ്റർ ചെയ്യുക. പിന്നെ നമുക്ക് എത്ര വേണ്ടത്? നമുക്ക് കംപ്ലീറ്റഡ് ടാസ്ക് ആണ് മെയിനായിട്ട് ഇവിടെ പ്രോഗ്രസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈക്വൽ സൈൻ കഴിഞ്ഞിട്ട് നമ്മൾ കംപ്ലീറ്റഡ് ടാസ്കിൻ്റെ ആ സെല്ലിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സെല്ലിൽ അവിടെ എൻ്റർ ചെയ്താൽ മതി. അപ്പം സെല്ലെന്ന് വെച്ചാൽ E5 ആണ്. E5 ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 25% വന്നു. നമുക്ക് ഇച്ചിരി ഒന്ന് അലൈൻ ചെയ്യാം, അത് സെൻട്രൽ അലൈൻ ചെയ്യാം. അത് ഓക്കെ, സൈസ് വേണമെങ്കിൽ ഇച്ചിരി കൂട്ടുകയും ചെയ്യാം, ഒരു 15. ഓക്കെ, ഓക്കെ, ഇപ്പം 25% ആയി.
ഓക്കെ, മേളിൽ കാണുന്ന 25% ആണ്. ഇപ്പം നമുക്കറിയാം ആ ബ്ലൂ ലൈനാണ് നമ്മുടെ ഇത്, അത് 25%. ഇനി നമ്മൾ മേളത്തെ കംപ്ലീറ്റിനുള്ള മാറ്റി വയ്ക്കേ, ഒരു 35 ആക്കി. ഈ ബ്ലൂ സ്ട്രിപ്പ് മാറുന്നതാണ്, സൈസ് കൂടുന്നതാണ്, കണ്ടില്ലേ? 55 ആക്കി, അന്നേരം ബ്ലൂ സ്ട്രിപ്പിൻ്റെ ഇത് കൂടും. 85 ആക്കി നോക്ക്, അന്നേരവും കൂടും. 100 ആക്കിയാലോ ഫുൾ ബ്ലൂ ആയിരിക്കും. പിന്നെ ഇനി 25 ആക്കിയാൽ പിന്നെ തിരിച്ച് പഴയ പോലെ വരും. അല്ലെ 10 ആക്കാമെങ്കിലും പഴയ പോലെ വരും. ഓക്കെ, പിന്നെ നമുക്ക് ഈ ബ്ലൂവും ആ ഓറഞ്ച് സ്ട്രിപ്പില്ല, അതിൻ്റെയൊക്കെ കളർ നമുക്ക് മാറ്റാം. ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഈ സ്ട്രിപ്പ് ക്ലിക്ക് ചെയ്യുക. ആ സ്ട്രിപ്പ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ഡാറ്റ സീരീസ് കൊടുക്കുക. എന്നിട്ട് ഈ ഫിൽ ലൈൻ എന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ചെന്നിട്ട് കളർ സെലക്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള കളർ അവിടെ കൊടുക്കാം. അപ്പോൾ അതനുസരിച്ച് കളർ അവിടെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ കളർ മാറുന്നില്ല, നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതിനകത്ത് മാറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇതാണ്, ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രോഗ്രസീവ് ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസിലെല്ലാം ഇത് തീർച്ചയായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നൊരു കാര്യമാണ്. വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോഗ്രസീവ് ചാർട്ടാണ്. സിമ്പിളാണ്. ഇതിലും കൂടിയതുണ്ട്, അത് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല, അത് പിന്നീട് ഞാൻ കിടക്കാം. ജസ്റ്റ് ബേസിക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്തേക്ക്. കാരണം ഇനി പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വന്നോളൂ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഞാനപ്പം ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ഇതുവരെയുള്ള വീഡിയോസ് ഒന്നുകൂടെ പോയി കാണുക, അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നിടം വരെ തീർച്ചയായിട്ടും പ്ലീസ് സ്റ്റേ ട്യൂൺഡ്, ടേക്ക് കെയർ ആൻഡ് ബൈ.